അയ്യ വണക്കം. കഴിഞ്ഞ ദിവസമാണ് പള്ളുരുത്തിയിലെ ഒരു സ്കൂളിൽ ഹിജാബ് ധരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി എത്തുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയോട് സ്കൂളിലെ യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തിയാൽ മതി എന്ന് പറയുന്നു. അവസാനം സുഡാപ്പികൾ എത്തുന്നു, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സ്കൂൾ സുഡാപ്പികൾ വളയുന്നു. അങ്ങനെ സ്കൂൾ അടച്ചുപൂട്ടുകയാണ്. നമ്മുടെയുള്ള സിസ്റ്റർമാർ പറയുന്നു. കന്യാസ്ത്രീകൾ നടത്തുന്ന സെയിൻറ്റ് റീത്താസ് എന്ന് പറയുന്ന ഒരു സ്കൂളാണത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പള്ളുരുത്തിയിലെ സ്കൂളാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിഷയമാകുന്നു. ജോൺ ബ്രിട്ടാസ് എം പി ഇങ്ങോട്ട് വിളി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും ബ്രിട്ടാസ് എം പിയെ മഷിയിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ അവിടെ കന്യാസ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണ രാമനിലെ ദിലീപ് ലാലു അലക്സിനെയും ലാലിനെയും കെട്ടിപ്പിടിച്ച് ഞാനില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുന്ന ഒരു സീനുണ്ടല്ലോ. അതുപോലെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം കെട്ടിപ്പിടിച്ച് വലിയ രീതിയിൽ ഷോ കാണിച്ച് നമ്മുടെ ബ്രിട്ടാസ് അണ്ണനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബ്രിട്ടാസ് അണ്ണനെ മാത്രമല്ല പല ആൾക്കാരെയും കാണാനില്ല എന്നുള്ളതാണ്. നമ്മുടെ ലുട്ടാപ്പി റഹീം അണ്ണനെ പോലും ഇപ്പോൾ കാണാനില്ല. ലുട്ടാപ്പി എന്ന് പറയുന്നത് ഞാൻ വിളിക്കുന്നില്ല കേട്ടോ. ഇവിടെയുള്ള സംഘികളും കൊങ്ങികളും വിളിക്കുന്നതാണ് അണ്ണനെ ലുട്ടാപ്പി എന്നുള്ളത്. തികച്ചും അപലപനീയം എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ റഹീം അണ്ണനെ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെയും CPMൻ്റെയും ഒന്നും ദേശീയ നേതാക്കൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ പോലും ഇരിക്കട്ടെ ഒരു സുഖത്തിന് അങ്ങനെ ഒരു ദേശീയ നേതാക്കളെ പോലും ഇവിടെ കാണാനില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഡോണ്ട് വെറി ബി ഹാപ്പി, സുഡാപ്പികൾക്ക് കൂട്ടായി ഒരു പള്ളിയിൽ അച്ഛൻ എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ അച്ഛനാണോ പള്ളി വികാരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറയുന്നത് യുഹാനോർ മാർ മിലിത്തിയോസ് എന്നാണ് അച്ഛൻ്റെ പേര്. എന്തായിരുന്നാലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ മിലിത്തിയോസ് അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അച്ഛൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനാണ് കുട്ടികൾക്ക് എന്നുള്ളതാണ്. അതായത് അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്ന് പറയുമ്പോൾ പല സുഡാപ്പികളും കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീ വന്ന് ബൈറ്റ് തരുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടക്കുരു പൊട്ടിയതാണ്. കൂട്ടക്കുരു പൊട്ടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ത്രീ ഇട്ടിരിക്കുന്ന ഇവരുടെ തിരുവസ്ത്രം കണ്ടിട്ടാണ് കൂട്ടക്കുരു പൊട്ടിയത്. കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് ഇടുന്ന ഒരു വസ്ത്രമുണ്ടല്ലോ, ഒരു തിരുവസ്ത്രമാണ്. പിന്നെ പള്ളിയിൽ അച്ഛന്മാരും തിരുവസ്ത്രം ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കന്യാസ്ത്രീ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ അവർ തലയിൽ ഒരു തുണി കൂടെ ഇട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ തുണി ഊരി മാറ്റി. ഈ ഭാഷയിലല്ലേ പറഞ്ഞത്, ഭാഷയൊക്കെ വളരെ മോശമാണ്. അത് അവന്മാരെ സംസ്കാരം. ഇവന്മാർ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് വളർത്തി വിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്മാരെ പറച്ചിലിനൊക്കെ പട്ടി വിലയുള്ളൂ നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇവന്മാരെ ആസനം മൊത്തം വലിച്ച് കയറും. അതുകൊണ്ട് അവിടെയും വിലയില്ല. പിന്നെ ഇവന്മാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളവളന്ന് അടിക്കുക എന്നുള്ളത് മാത്രമേ ഇവന്മാരെ കൊണ്ട് ഇപ്പോൾ ഒരു കാര്യമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സമൂഹത്തിലൊന്നും വലിയ രീതിയിലൊന്നും സ്വാധീനം ചെലുത്താത്തത് കൊണ്ടും ആൾക്കാരെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഇവന്മാരുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളും തള്ളിക്കളയുന്നത് കൊണ്ടും തന്നെ അതുകൊണ്ടും ആദ്യം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ്. ഈ കന്യാസ്ത്രീയെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. അതായത് കന്യാസ്ത്രീ തലയിലിട്ടിരിക്കുന്ന തുണി ആദ്യം ആ തുണി അഴിച്ചു മാറ്റും, എന്നിട്ട് മതി ഹിജാബ് അഴിച്ചു മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫാദർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനാണ് കുട്ടികൾക്ക് എന്നുള്ളതാണ്. അധ്യാപകർക്കില്ലാത്ത നിബന്ധന കുട്ടികൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഫാദറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇനി മുതൽ അധ്യാപകർ പരീക്ഷ എഴുതട്ടെ കുട്ടികൾക്ക് പകരമായിട്ടും. എന്തിനാ പരീക്ഷ? അധ്യാപകർ പരീക്ഷ എഴുതുന്നില്ലല്ലോ, ആ നിബന്ധനയും കൂടെ നമുക്കങ്ങ് ഒഴിവാക്കി കളയാം. എന്നിട്ട് കുട്ടികൾ ഇനി മുതൽ പരീക്ഷ എഴുതട്ടെ. അങ്ങനൊരു സെറ്റപ്പ് നമുക്ക് കൊണ്ടുവരാം. ഇനി മുതൽ ജഡ്ജിമാർ ആരും തന്നെ ജയിലിൽ കിടക്കുന്നില്ലല്ലോ. ജഡ്ജിമാർക്കില്ലാത്ത നിബന്ധന എന്തിനാണ് കുറ്റവാളികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കുറ്റവാളികളെ എല്ലാവരെയും നമുക്ക് അങ്ങോട്ട് തുറന്നു വിടാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലൂടെ നമുക്ക് പോകാം എന്നുള്ളതാണ് വേറൊരു കാര്യം. തലയിൽ പോലീസ് തൊപ്പി വയ്ക്കുന്നുണ്ടല്ലോ, അധികാരത്തിൻ്റെ ചിഹ്നം. എന്തായിരുന്നാലും അതേ തൊപ്പിയെടുത്ത് നമുക്ക് സാധാരണ എല്ലാ ജനങ്ങളുടെയും 140 കോടി ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത്, അവരുടെ എല്ലാവരുടെ തലയിലും വെച്ച് കൊടുത്താൽ ഈക്വാലിറ്റി വരട്ടെന്ന്, അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പോട്ടെന്ന്. പിന്നെ പള്ളിയിൽ നമ്മുടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അച്ഛനൊരു വേഷമുണ്ടല്ലോ, തിരുവസ്ത്രം എന്നറിയപ്പെടുന്ന ഒരു വേഷം. ആ വേഷം ഇട്ടുകൊണ്ട് എല്ലാവരോടും വരാൻ പറ. കാരണം അച്ഛന് കിട്ടിയിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു പ്രിവിലേജ്, അത് അവരും കൂടെ അനുഭവിക്കട്ടെന്ന്. എന്തിനാണ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛൻ അറിയാം. കാരണം സർട്ടൺ ക്വാളിഫിക്കേഷൻസ് വേണം ഓരോ കാര്യങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണമെങ്കിൽ അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അവൻ ഇതേ വേയിൽ തന്നെയാണ് വരുന്നത്. അതായത് അവൻ സ്കൂളിൽ പോകും, കൃത്യമായിട്ട് യൂണിഫോം ധരിക്കുമ്പോൾ ടീച്ചർ പറയടേ കറക്റ്റായിട്ട് യൂണിഫോം ഇട്ടുകൊണ്ടോ, ഇവിടെ ഇങ്ങനെയുള്ള ബക്കിൾ അതിട്, മറ്റേ ഇവിടത്തുള്ള ബട്ടൺ ഇട്, ടൈ എന്താടാ നീ ഇടാത്തത്, ടൈ നിൻ്റെ കൊച്ചച്ഛൻ്റെ സ്കൂളാണ് ഇത് എന്ന് ടീച്ചർമാർ പറയുക തന്നെ ചെയ്യും. ബക്കിള് നമ്മുടെ സ്കൂളിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ബക്കിൾ പമ്പരം പോലത്തെ ബക്കിളൊക്കെ കറങ്ങണയൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പോൾ പറയും നീ ബക്കിൾ ഇട്ടുകൊണ്ട് വന്നാൽ മുടിയൊക്കെ നല്ലപോലെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുപോകുക, ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ടവൽ കൊണ്ടുപോകുക, ടവൽ ഒരു താരി ഫുഡ് പോലും അവിടെ താഴെ വീഴരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസിപ്ലിൻ പഠിപ്പിച്ച് വന്ന ശേഷമാണ് ഇവൻ പോലീസ് ആവുന്നത് എന്നുള്ളത് അച്ഛനറിയാത്ത കാര്യമൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ ഇതൊക്കെ എല്ലാ സ്കൂളിലും ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് വിദ്യാർത്ഥികളൊക്കെ വളർന്നു വരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പുരോഗമന സമൂഹമായതുകൊണ്ട് ഇങ്ങനെ അച്ഛനെ പോലത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നത് കൊണ്ടും ഇനി മുതൽ നാളെ കുട്ടികളെല്ലാം കൂടെ തെരുവിലിറങ്ങി ഹോംവർക്ക് ചെയ്യാൻ പറയുന്നു. എൻ്റെ അടുത്ത് ഹോംവർക്ക് ചെയ്യലാണോ നമ്മുടെ പണി? നമ്മുടെ പണി ഹോംവർക്ക് ചെയ്യലല്ല. നമ്മളുടെ പണി ഈ സമയത്ത് നമ്മുടെ പണി
അത് പോരാട്ടമാണ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം കൂടെ തെരുവിലിറങ്ങിയാലും വലിയ രീതിയിൽ അതിശയിക്കാനൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം തലപ്പത്തിരിക്കുന്നത് അച്ഛനെ പോലുള്ള ആൾക്കാരാണല്ലോ എന്ന് വ്യസനസമേതം പറഞ്ഞു കൊള്ളട്ടെ അച്ഛോ. എന്ത് തന്നെയായിരുന്നാലും ഈ കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തെയാണ് ഇങ്ങനെ വലിയ രീതിയിൽ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ നടന്നതെന്ന് യഥാർത്ഥത്തിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീയുടെ, അതായത് ഈ കന്യാസ്ത്രീയുടെ ഈ തിരുവസ്ത്രവുമായിട്ടും ഈ കുട്ടിയുടെ ഹിജാബുമായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹൈക്കോടതി തന്നെ 2018 റസീമ നസീം കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇട്ടുകൊണ്ട് വരരുത് മോളെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് കുരു പൊട്ടിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. 2014 നരേന്ദ്രമോദി വന്നപ്പോഴേ ഇവന്മാർക്ക് കുരു പൊട്ടിയതാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് പൊട്ടലാണ്. പോരാത്തതിന് ഇപ്പോൾ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. NGO എല്ലാം അടച്ചുപൂട്ടി, പൈസയും വരുന്നില്ല. ആഭ്യന്തര വിപണിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള, കയറ്റു വരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സകല ഗ്യാപ്പുകളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. പോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കുന്നു, പോപ്പുലർ ഫണ്ടുകാരെ മുഴുവൻ പിടിച്ചകത്താക്കുന്നു. അങ്ങനെ രാജ്യത്തൊരു സമാധാന അന്തരീക്ഷം വരുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഒരു പാകിസ്ഥാനെയൊക്കെ പോലെ, ഒരു തെഹ്രീക്കെ ലബായിനെ പോലെയോ, അല്ലെങ്കിൽ ഒരു തെഹ്രീക്കെ താലിബാനെ പോലെയോ, അല്ലെങ്കിൽ ഒരു തെഹ്രീക്കെ ഇൻസാഫിനെ പോലെയോ ഒക്കെ ഇവിടെ ഇങ്ങനെ തഴച്ചു വളരണം. തഴച്ചു വന്ന ശേഷം ഈ ഭരണഘടനയെ നമ്മൾ അട്ടിമറിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലെന്ന് പറയുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കുന്നത് വരെ, അതായത് ഭരണഘടനയുടെ അടുത്തെത്തുന്നത് വരെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തെത്തി കഴിയുമ്പോൾ അറിയാം ഇവന്മാരുടെ തനിഗുണം എന്താണെന്ന്. അത് പാകിസ്ഥാനിലോട്ട് ചുമ്മാ നമുക്ക് നോക്കിയാൽ മതി. പാകിസ്ഥാനിൽ ഇപ്പോൾ ദളിതർ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിൽ ദളിതർ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗത്തിന് വേണ്ടി വലിയ രീതിയിൽ കണ്ണീര് പൊഴിക്കുന്നുണ്ടല്ലോ. ഈ ദളിതരെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലോട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തായി? ചുമ്മാ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എന്തായി സെറ്റപ്പ് എന്ന്. അപ്പോൾ യുവമാരുടേതായിട്ടുള്ള ഒരു പാരലൽ വേൾഡ് ഉണ്ട്. അതിനകത്ത് യുവമാർ കുറേ രേഖകളൊക്കെ ഇങ്ങനെ നിരത്തുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇതെങ്ങനെയാണ്, ഇത് മറ്റതാണ്, ഇത് മറിച്ചതാണ്. പക്ഷേ യുവമാർക്ക് കൺവിൻസിങ് ആയിരിക്കണം. അത് ബസ്സിനകത്ത് ഒരുത്ത സിബൂരി എടുത്ത് പുറത്ത് സാധനം എടുത്തിട്ടാൽ യുവമാർ അവനെ ന്യായീകരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് യുവമാരുടെ മനസ്ഥിതി, മാനസികാവസ്ഥയെന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം ആ നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഇത് യുവമാരൊക്കെ വല്ല നവീന ശിലായുഗത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഇനി ഞാൻ മരിച്ച് ഇനി നമ്മുടെ തലമുറകളായ ഒരു 10 തലമുറയൊക്കെ കഴിയുമ്പോഴേ അവന്മാർ 2020 എത്തൂ. അപ്പം ഇനി പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം എന്തായാലും നടക്കുന്ന കേസല്ല, അത് നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നാലും ഈ കന്യാസ്ത്രീയുടെ തിരുവസ്ത്രവും ഹിജാബും ഒന്നാണോ? യഥാർത്ഥത്തിൽ കന്യാസ്ത്രീയുടെ തിരുവസ്ത്രവും ഹിജാബും ഒന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കന്യാസ്ത്രീ തലയിൽ അണിയുന്നത് മതചിഹ്നമല്ല. കന്യാസ്ത്രീ തലയിലണിയുന്ന സാധനം ഉണ്ടല്ലോ, അത് മതചിഹ്നമല്ല. അത് അവർ കന്യാസ്ത്രീയായി ക്വാളിഫൈ ചെയ്ത് മഠത്തിൽ ചേർന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായി കന്യാസ്ത്രീയാണ് എന്ന് കൃത്യമായി അവർ പ്രതിജ്ഞ എടുക്കുമ്പോൾ അവരുടെ യൂണിഫോമാണ് ഈ തിരുവസ്ത്രം എന്ന് പറയുന്നത്. ആ യൂണിഫോം കൃത്യമായി ധരിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. ആ യൂണിഫോമിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരൊരു മാറ്റം വരുത്തിയിട്ടല്ല. ഇനിയിപ്പോൾ തലയിൽ ഇനി ഈ തുണി വേണ്ട, തല എന്ത് ചെയ്യാം, തുണി അങ്ങ് ഊരി മാറ്റി സ്ട്രെയിറ്റൻ ചെയ്ത് കളയാം മുടി, എന്നിട്ട് ഈ ഡ്രസ്സ് മാത്രം അങ്ങ് ഇട്ട് കളയാം എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ നടക്കുന്നില്ലല്ലോ. കൃത്യമായിട്ട് തലയിൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണല്ലോ അവർ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എതിർക്കാം. അതായത് ഈ കന്യാസ്ത്രീ എന്താണ് കാണിക്കുന്നത്, ഇങ്ങനെയാണോ കന്യാസ്ത്രീ വേഷം എന്ന് പറഞ്ഞ് അവരെ എതിർക്കുന്നതിൽ ഒരു ലോജിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കന്യാസ്ത്രീ ആവണ്ട, നിങ്ങൾ മാറി നടന്നു, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവരുടെ യൂണിഫോമാണ്. ആ യൂണിഫോം ഒന്നില്ലാതെ അവർ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുപോലെയാണ് സ്കൂളിലെ കുട്ടിയോടും പറയുന്നത്, യൂണിഫോമിൽ കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഒന്നും വേണ്ട, അത് എന്താണോ പറയുന്നത് അതുപോലെ ഇങ്ങോട്ട് ധരിച്ചുകൊണ്ട് വന്നാൽ മതി. ഹിജാബ് ഇടാനായിട്ട് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, സ്കൂളിന് പുറത്തിട്ടോളൂ, ആരും നിങ്ങളെ തടുക്കുന്നില്ല. സ്കൂളിനകത്തേക്ക് വരുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കുട്ടി തലയിൽ തുണി ഇട്ടുകൊണ്ടാണ് വരുന്നത്, ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഇത് ഊരി വയ്ക്കും എന്നുള്ളത്. അതായത് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അത് ഊരി വയ്ക്കുന്നു, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഇട്ടോളൂ, ആരും തടയുന്നില്ല, ആരും ഇവിടെ വെട്ടാനോ കുത്താനോ ഒന്നും വരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട് നടന്നോളൂ, ഇനി ഹിജാബ് ഇടാതെയോ എങ്ങനെ വേണമെങ്കിലും നടന്നോളൂ, ഒരു പ്രശ്നവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ദൈവസേവനത്തിന് ജീവിതം സമർപ്പിച്ചതിൻ്റെ അടയാളമായിട്ടാണ് യഥാർത്ഥത്തിൽ കന്യാസ്ത്രീ ഇടുന്നത്. പക്ഷേ ഹിജാബ് എന്ന് പറയുന്നത് ഒരു മതചിഹ്നമല്ല. ഹിജാബ് എന്ന് പറയുന്നത് ഒരു മതചിഹ്നമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. നമ്മളെ ഭരണഘടനാപരമായിട്ടും അത് അംഗീകരിച്ചിട്ടില്ല, ഇസ്ലാമിൻ്റെ നിയമപ്രകാരവും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യമാണ്. ഇത് ഞാൻ പറയുന്നില്ല, ഇത് കോടതിയിലടക്കം കൃത്യമായിട്ട് തെളിവുകളോടുകൂടി പലരും തെളിയിച്ച സാധനമാണ്. ഇനി ഇത് ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല എന്ന് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ജഗതി പറഞ്ഞതുപോലെ പറയരുത് ദയവേത്. കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മതചിഹ്നമല്ല, അത് യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണ്, അല്ലാതെ സ്വന്തം മതം പ്രദർശിപ്പിക്കാനല്ല ഒരു വിദ്യാർത്ഥിയും സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഇടയ്ക്ക് ഏതോ സ്കൂളിൽ ഗണപതി ഹോമം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ അതിനെ അതിഭീകരമായിട്ട് തടയുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അങ്ങനെ വേണം, ദാറ്റ്സ് മൈ ബോയ് എന്നാണ് ഇവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്വന്തം മതത്തിൽ
ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഹാലിളവ് എന്നുള്ളത് അതല്ലല്ലോ നമ്മുടെ ഒരു മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു നിയമം ആവണ്ടേ? അങ്ങനെ എല്ലാവർക്കും ഒരു നിയമം ആകുമ്പോൾ അങ്ങനെ ഗണപതി ഹോമം നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്ത്രി അപ്പൂപ്പൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ ഇതുപോലുള്ള വസ്ത്രങ്ങളൊന്നും അനുവദിക്കില്ല എന്ന്. എന്തായാലും ഇങ്ങനെ ഒരു കേസ് വന്ന സ്ഥിതിക്ക് മന്ത്രി അപ്പൂപ്പൻ മൊഴിഞ്ഞിട്ടില്ല. മൊഴിയുമ്പോൾ ബബ്ബ അടിക്കുമെന്നും നമുക്കറിയില്ല. ബബ്ബ അടിക്കാനുള്ള ചാൻസാണ് കൂടുതൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ധൈര്യം സംഭരിച്ചെന്ന് പറയണം, ഒറ്റ ബൈറ്റ് കൊടുത്തിട്ട് ഓടി തള്ളിക്കോണം, പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിലോട്ട് വരാനേ പാടില്ല. അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്തായാലും സ്കൂളിൽ യൂണിഫോം വേണം, യൂണിഫോമിറ്റി വേണം എന്നുള്ളത് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ കന്യാസ്ത്രീ ഇത് ഇടുന്നത് കൊണ്ട് എനിക്കും അത് വേണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനായിട്ട് പറ്റില്ല. കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ എന്ന് പറയുന്നത് ഫാദറിനോടാണ് കേട്ടോ. കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വസ്ത്രവും വസ്ത്രധാരണ രീതികളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലായിരുന്നാലും ഉണ്ട്, അധ്യാപകർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതൊക്കെ വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നത്, ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വരാറുണ്ട്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിലോട്ട് പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകർ വന്നിരുന്നത് കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ്. കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മാത്രമേ അധ്യാപകർക്ക് വരാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോട്ട് എനിക്കും വേണമെന്ന് ഞാൻ എവിടെ നിന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എനിക്കും വേണം ടീച്ചറുടെ കോട്ട് എന്ന് പറഞ്ഞാൽ എന്നെ അടിയിൽ നിന്ന് വിളയിലെടുത്ത് കളയുക അവർ. അപ്പോൾ അങ്ങനെ കോട്ടിട്ടുകൊണ്ട് ടീച്ചർ വരും. കോട്ടിനകത്ത് നിന്നാണ് അവർ ചോക്ക്, പിന്നെ ഡയറി, ഈ സംഭവങ്ങളൊക്കെ അവർ എടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ കോട്ടിട്ടുകൊണ്ട് വരുന്ന ഒരു ടീമായിരുന്നു നമ്മളെയൊക്കെ സ്കൂളിൽ കണ്ട അധ്യാപകർ. ഓരോ സ്കൂളിലും ഓരോ ടേംസാണ്. ഇനി മുസ്ലിം സ്കൂളുകളുണ്ടായിരിക്കാം, അവിടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഹിജാബ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അവിടെ ഹിജാബ് ഇട്ടോട്ടെ, അതിനാരും ഒരു ഇതും പറയുന്നില്ല. ഒരു സ്കൂളിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യണം. ഇനി പല മുസ്ലിം കോളേജുകളിലും ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിൽ ഇടപഴകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പല ആരോപണങ്ങളും പല ഘട്ടങ്ങളായിട്ട് നമ്മുടെ സമൂഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെയുള്ള മാനേജ്മെൻറ്റ് പറയുന്നത് ഇവിടെ അത് സാധ്യമല്ല എന്നാണ്. ആരും ചോദ്യം ചെയ്യാൻ വന്നില്ലല്ലോ, ആരും ചോദ്യം ചെയ്യാൻ വന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആരും ചോദ്യം ചെയ്യാനൊന്നും വന്നില്ലല്ലോ. എല്ലാവരും പൊത്തിക്കിട്ടിരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കരുത്. ഇവിടെ വിഷയമെന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും 4 അക്ഷരം പഠിച്ച് വല്ലയിടത്തുമൊക്കെ എത്തി സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭാവന ചെയ്യുക, ഇല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭാവന ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സംഭാവന ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ തനിക്ക് തന്നെ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സംഭാവന ചെയ്യുക. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തത്വമായിട്ട് ഞാൻ കാണുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ശരി.